ഒരാഴ്ച ടൂറിസ്റ്റുകാരൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പാറപ്പുറം ഗ്രൗണ്ട് കേട്ടോ. നമ്മുടെ യുവന്റെ നോമ്പുറപ്പിക്കലാണ്. അപ്പോൾ ഇവിടെ എല്ലാ ടീമും ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ബിരിയാണി ചെമ്പിൽ ഇട്ടോട്ട് നിൽക്കുന്നുണ്ട്. എത്ര ആൾക്കാരാ. നമ്മൾ ലേറ്റ് ആയെന്നൊരു ഡൗട്ട് കേട്ടോ. നമുക്ക് പോയിട്ട് വെയിൽ ആറിയിട്ട് വരാം. നമ്മൾ പോയി വന്നപ്പോൾ കുറേ ആൾക്കാർ പണി തുടങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ പണി എടുപ്പിക്കുന്നുണ്ട്. ഇത് പിന്നെ നോക്കി എന്ത് ലാഘവത്തോടു കൂടിയാണ് ഇവൻ ഈ കൺട്രോളോടെ മിൽക്ക് മീഡൊക്കെ വയ്ക്കുന്നത് അല്ലേ. യുവന്റെ പരിപാടി ആയതോട്ടെ നാട്ടിലെ ഫുൾ ടീം ഇവിടെ ആക്റ്റീവ് ആണ്. പക്ഷേ കുറച്ച് ഗ്രാൻഡ് ആയിട്ടോ പരിപാടി നമ്മൾ സെറ്റ് ആയിരിക്കുന്നത്. 1000 പേർക്ക് ഒപ്പം നോമ്പറക്കാനുള്ള സെറ്റപ്പ്. ചെമ്പ് പൊട്ടിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ പ്രസന്റ് ആയില്ലെങ്കിൽ അത് മോശമല്ലേ. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇതാ യുവ ഇവിടെ ഗ്രാൻഡ് ആയിട്ട് ഇഫ്താർ പാർട്ടി നടത്തുന്നുണ്ട്. അതൊരു ജനകീയമാക്കാനെങ്കിൽ നമ്മളെ സകല ആൾക്കാരും കൂടെ നിൽക്കുന്നില്ല കേട്ടോ. പ്രാവശ്യത്തെ ഇഫ്താർ പാർട്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇഫ്താർ മീറ്റിന് സ്ത്രീകളെയും കൂടി പങ്കെടുപ്പിച്ച് അതിവിപുലമായിട്ട് ഉഷാറാക്കിയാണ് നടത്തുന്നത്. ഒരു ഫാമിലിയിലെ ഒരു നാട്ടിലത്തെ മൊത്തം ആൾക്കാർ ഇരുന്നിട്ട് ഒരു ഇഫ്താർ ഒപ്പം നോമ്പെറുക്കാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു രസമാണ് അല്ലേ. അതിന് യുവക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം കേട്ടോ. നാട്ടിലെ കാരണന്മാർക്ക് പറയാനുള്ളത് ഇത് തന്നെ കേട്ടോ. നമ്മുടെ ചെറിയ മക്കളൊക്കെ വരുന്നുണ്ട്. പോപ്കോൺ ഷുഗർക്കാൻ്റെ ഉപ്പിലിട്ടൊന്ന് ചായ ഒക്കെ സെറ്റ് ആക്കിയിരിക്കുന്നു. മരുബിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അടുത്തൊരു കിട്ടിലെ ഇഫ്താർ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. അപ്പോൾ ബൈ.